കാസർഗോഡ് കയ്യേറ്റത്തിനിരയായ BLOയെ കുറ്റപ്പെടുത്തി CPIM. BLO അജിത് ബൂത്തിൽ കൃത്യമായി SIR പ്രവർത്തനം നടത്തിയില്ലെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് ചോദിക്കാൻ ലോക്കൽ സെക്രട്ടറി തലേദിവസം വിളിച്ചപ്പോൾ BLO മോശമായി പെരുമാറുകയായിരുന്നു. വാക്തർക്കം മാത്രമാണ് ക്യാമ്പിൽ ഉണ്ടായതെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യുവിന്റെ പ്രതികരണം. തലേദിവസം രാത്രി ഈ BLOയെ പഞ്ചായത്ത് മെമ്പറാണ്, ഉത്തരവാദപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകരാണ്, ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾക്ക് ഇത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ, മറ്റ് ഏതെങ്കിലും ആളുകളോട് മറുപടി പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ ആ വീഡിയോ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള തെളിവ്. അതിനു മുമ്പുണ്ടായിരുന്ന പലവിധ സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് SIR ഫോറം അത് വളരെ കൃത്യമായിട്ട് കൊടുക്കാനും അത് തിരിച്ചു വാങ്ങാനും സാധിക്കാതിരിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അന്വേഷിക്കുകയും അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള തലേദിവസം ഉണ്ടായിട്ടുള്ള വാക്കുതർക്കമാണ് പിറ്റേ ദിവസത്തെ വാക്കുതർക്കത്തിലേക്ക് പോയത്. ആ വാക്കുതർക്കം പ്രചരിപ്പിക്കുന്ന പോലെ കയ്യേറ്റ ശ്രമമല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു വാക്കുതർക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ഈ വാർത്ത അരുൺ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ കയ്യേറ്റം നടത്തിയതിന് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ന്യായീകരണം നടത്തുകയാണോ CPIM? സ്മൃതി, ഇതിൽ പോലീസിന്റെ FIRൽ പറയുന്നത് ബൂത്തിലെ ഒരു വീട്ടിൽ നേരിട്ട് ഫോം നൽകാത്തതിനെ തുടർന്ന് അത് ആരോപിച്ചുകൊണ്ടാണ് ഈ CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ കയ്യേറ്റം ഉണ്ടായത് എന്നതാണ് FIRൽ പറയുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുകയും സുരേന്ദ്രൻ ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിലാണിപ്പോൾ ഈ CPM ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൽ ഈ BLO ആയിട്ടുള്ള അജിത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ ബൂത്തിൽ നിലവിൽ 40% SIR നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം 40% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. കൃത്യമായി ഫോമുകൾ വിതരണം ചെയ്യുക, അത് പൂരിപ്പിക്കുക, അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായി നടത്തിയിട്ടില്ല. ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ലോക്കൽ സെക്രട്ടറി ഈ കാര്യങ്ങൾ ചോദിച്ചതാണ്. ആ ചോദിച്ചപ്പോൾ തന്നെ മോശമായ പെരുമാറ്റം ഉണ്ടായി. അതേ തുടർന്നുണ്ടായ ഒരു വാക്കുതർക്കം മാത്രമാണ് ഈ ക്യാമ്പിൽ വെച്ചുണ്ടായത് എന്നതാണ് CPIM വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് നടപടി ഉണ്ടായെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാവില്ല. അതിൽ BLOയുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന കാര്യമാണ് CPIM ഈ കാര്യത്തിലൂടെ വിശദീകരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.